ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇമെയിൽ റൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കഥകളിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇമെയിൽ അയക്കുന്ന ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വളരെ എളുപ്പത്തിൽ 6 മാർക്ക് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ക്ലാസ് +1 തുല്യത ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ്. +2 തുല്യത കുട്ടികൾക്ക് മറ്റൊരു ക്ലാസ് വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇമെയിലിൻ്റെ ഫോർമാറ്റ് നോക്കാം. നിങ്ങളുടെ +2 ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഈ ഫോർമാറ്റ്. +1 തുല്യത പാഠപുസ്തകത്തിൽ ഇമെയിൽ റൈറ്റിംഗ് ഫോർമാറ്റ് ഇല്ല. ഈ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റാണ് തുല്യതാ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ഫോർമാറ്റ് അപൂർണമാണ്. ഇതിൽ സബ്ജക്റ്റ് എന്ന കോളം കൊടുത്തിട്ടില്ല. അതുകൂടി ഉൾപ്പെടുത്തി വേണം പഠിക്കാൻ. ഇതൊരു മാതൃക മാത്രമാണ്. ഇതൊരു ഫ്രണ്ടിന് അയച്ചിരിക്കുന്ന മെയിലാണ്. അമ്മയ്ക്ക് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഒരുക്കുന്നതിൻ്റെ കാര്യങ്ങൾ തിരക്കി അയച്ചിരിക്കുന്ന ഒരു മെയിലാണിത്. പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ഇമെയിലുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. അടുത്ത ചോദ്യം, വാഷിംഗ്ടൺ വാസ് ഹേർട്ട് ആൻഡ് ഷോക്ക് ടു ഹിയർ ദാറ്റ് ഹിസ് പ്രോജക്റ്റ് വാസ് ടേക്കൺ ഓഫ്. തൻ്റെ ഭാവി പദ്ധതി ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ വാഷിംഗ്ടൺ വേദനിക്കുകയും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. എമിലി, ഹിസ് വൈഫ് അണ്ടർസ്റ്റുഡ് ദ ഡിസപ്പോയിൻമെൻറ്റ് ഓഫ് ഹർ ഹസ്ബൻഡ്. ഭർത്താവിൻ്റെ നിരാശ ഭാര്യ എമിലിക്ക് മനസ്സിലായി. She sends an email to the mayor of Long Island listing out the advantages and necessities of such a bridge. Draft the email. അത്തരമൊരു പാലത്തിൻ്റെ ഗുണങ്ങളും ആവശ്യകതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വാഷിംഗ്ടണിൻ്റെ ഭാര്യ എമിലി ലോങ് ഐലൻഡ്സ് മേയർക്ക് ഒരു ഇമെയിൽ അയക്കുന്നു. ഇമെയിൽ തയ്യാറാക്കുക. ആൻസർ നോക്കാം. ഇതാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ്. ഇതുപോലെ കോളം വരച്ച് എഴുതുക. സെൻഡ് എന്ന് ചെറിയ കോളം ഇടതുവശത്ത് വരയ്ക്കുക. അതിനുശേഷം ഫ്രം, ആരാണോ അയക്കുന്നത് അയാളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക. ഇവിടെ emily@gmail.com എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് ടു, ആർക്കാണോ അയക്കുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക. ഇവിടെ മേയർക്കാണ് അയക്കുന്നത്. mayor@gmail.com എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് CC എന്ന കോളമാണ്. അവിടെ ഒന്നും എഴുതേണ്ടതില്ല. ഈ സെയിം ഇമെയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അയക്കേണ്ടി വരുമ്പോഴാണ് CCയിൽ എഴുതുന്നത്. അടുത്തത് സബ്ജക്റ്റ് എന്ന കോളമാണ്. മെയിൽ അയക്കുന്നത് എന്തിനു വേണ്ടിയാണോ അത് എഴുതുക. ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് കംപ്ലീറ്റിംഗ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പ്രോജക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സാല്യൂട്ടേഷൻ എഴുതുക. ഇവിടെ ഡിയർ മേയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇമെയിലിൻ്റെ ബോഡിയിലേക്ക് കടക്കാം. ഐ എം റൈറ്റിംഗ് ടു യു അബൌട്ട് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പ്രോജക്റ്റ്. ബ്രൂക്ലിൻ പാലം പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. My husband, Washington Roebling, is a chief engineer, but he has been hurt and can't work properly. എൻ്റെ ഹസ്ബൻഡായ വാഷിംഗ്ടൺ റോബ്ലിംഗ് ബ്രൂക്ലിൻ പാലത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ ആണ്. പക്ഷേ അദ്ദേഹത്തിന് പരിക്കേറ്റതിനാൽ ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല. Despite this, he wants to finish the bridge. അങ്ങനെയാണെങ്കിലും പാലം പൂർത്തിയാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. This bridge is very important for our city. ഈ പാലം നമ്മുടെ നഗരത്തിന് വളരെ പ്രധാനമാണ്. It will connect New York with the Long Island, making it easier for people to travel and do business. ഇത് ന്യൂയോർക്കിനെ ലോങ് ഐലൻഡുമായി ബന്ധിപ്പിക്കും. ഇത് ആളുകൾക്ക് യാത്ര ചെയ്യാനും ബിസിനസ് ചെയ്യാനും എളുപ്പമാക്കും. Many people will benefit from this bridge. നിരവധി ആളുകൾക്ക് ഈ പാലത്തിൻ്റെ പ്രയോജനം ലഭിക്കും. I request you to please support our project and let us finish it. ദയവായി ഞങ്ങളുടെ പദ്ധതിയെ പിന്തുണയ്ക്കുകയും അത് പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. My husband's dream is to complete this bridge and I know he can do it even from his bed. ഈ പാലം പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വപ്നം. അദ്ദേഹത്തിന് വയ്യാത്ത അവസ്ഥയിൽ കിടക്കയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. താങ്ക് യു ഫോർ കൺസിഡറിങ് അവർ റിക്വസ്റ്റ്. ഞങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചതിന് നന്ദി. സിൻസർലി, എമിലി വാരൻ റോബ്ലിംഗ്. അടുത്ത ചോദ്യം, വാഷിംഗ്ടൺ വാസ് ഹേർട്ട് ആൻഡ് ഷോക്ക് ടു ഹിയർ ദാറ്റ് ഹിസ് ഫ്യൂച്ചർ പ്രോജക്റ്റ് വാസ് ടേക്കൺ ഓഫ്. തൻ്റെ ഭാവി പദ്ധതി ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ വാഷിംഗ്ടണിന് വളരെ ദുഃഖവും ഞെട്ടലും ഉണ്ടാകുന്നു. എമിലി, ഹിസ് വൈഫ്, അണ്ടർസ്റ്റുഡ് ദ ഡിസപ്പോയിൻമെൻറ്റ് ഓഫ് ഹർ ഹസ്ബൻഡ്. ഭർത്താവിൻ്റെ നിരാശ ഭാര്യ എമിലി മനസ്സിലാക്കി. She sends an email to the crew and engineers calling them to restart the project. Draft the email. ഈ പ്രോജക്റ്റ് പുനരാരംഭിക്കാൻ അവർ ജീവനക്കാർക്കും എഞ്ചിനീയർമാർക്കും ഒരു ഇമെയിൽ അയക്കുന്നു. ഇമെയിൽ തയ്യാറാക്കുക.
മുൻപ് കണ്ട ചോദ്യത്തിൽ എമിലി മേയർക്ക് ഇമെയിൽ അയക്കുന്നതായിരുന്നു. ഈ ചോദ്യത്തിൽ ജീവനക്കാർക്കും എഞ്ചിനീയർമാർക്കുമാണ് എമിലി ഇമെയിൽ അയക്കുന്നത്. ആൻസർ നോക്കാം. മുൻപ് പറഞ്ഞ ഇമെയിൽ പോലെ തന്നെ ഇതുപോലെ കോളം വരച്ച് ഫ്രം, ടു, CC, സബ്ജക്റ്റ് എഴുതുക. ആദ്യത്തെ ഇമെയിലിൽ നമ്മൾ ഒരാൾക്കാണ് ഇമെയിൽ അയച്ചത്, അതായത് മേയർക്ക് മാത്രം. അപ്പോൾ ടൂവിലാണ് മെയിൽ അഡ്രസ് എഴുതിയത്. CC എന്ന കോളം ബ്ലാങ്ക് ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഇമെയിലിൽ എഞ്ചിനീയർക്കും ജീവനക്കാർക്കും മെയിൽ അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് മെയിൽ അയക്കുമ്പോൾ പ്രധാനപ്പെട്ട വ്യക്തിയെ ടു എന്ന ഭാഗത്തും അല്ലാത്തവരെ CC എന്ന ഭാഗത്തും എഴുതാം. ടു എന്ന ഭാഗത്തും ഒന്നിൽ കൂടുതൽ ഇമെയിൽ അഡ്രസ്സ് എഴുതാം. പക്ഷേ ഞാനിവിടെ CCയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ടൂവിൽ engineer@gmail.com എന്നും CCയിൽ crew@gmail.com എന്നും കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റിൽ ലെറ്റ്സ് ഫിനിഷ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ്, നമുക്ക് ബ്രൂക്ലിൻ പാലം പൂർത്തിയാക്കാം എന്നാണ് സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത്. സാല്യൂട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഡിയർ ടീം എന്നാണ്. കണ്ടന്റിലേക്ക് കടക്കാം. ഐ ആം വാഷിംഗ്ടൺ റോബ്ലിങ്സ് വൈഫ് എമിലി. ഞാൻ വാഷിംഗ്ടൺ റോബ്ലിങ്ങിൻ്റെ ഭാര്യ എമിലിയാണ്. My husband is the chief engineer of the Brooklyn Bridge project. ബ്രൂക്ലിൻ ബ്രിഡ്ജ് പ്രോജക്റ്റിൻ്റെ ചീഫ് എഞ്ചിനീയറാണ് എൻ്റെ ഹസ്ബൻഡ്. Unfortunately, he has been hurt and can't work properly. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പരിക്കേറ്റു, ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ബട്ട് ഹി സ്റ്റിൽ വാണ്ട്സ് ടു ഫിനിഷ് ദ ബ്രിഡ്ജ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും പാലം പൂർത്തിയാക്കണം. ദിസ് ബ്രിഡ്ജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ സിറ്റി. ഈ പാലം നമ്മുടെ നഗരത്തിന് വളരെ പ്രധാനമാണ്. It will connect New York with the Long Island, making it easier for people to travel and do business. ഇത് ന്യൂയോർക്കിനെ ലോങ് ഐലൻഡുമായി ബന്ധിപ്പിക്കും. ഇത് ആളുകൾക്ക് യാത്ര ചെയ്യാനും ബിസിനസ് ചെയ്യാനും എളുപ്പമാക്കും. Many people will benefit from this bridge. നിരവധി ആളുകൾക്ക് ഈ പാലത്തിൻ്റെ പ്രയോജനം ലഭിക്കും. I request you to please support our project and let us finish it. ദയവായി ഞങ്ങളുടെ പദ്ധതിയെ പിന്തുണയ്ക്കുകയും അത് പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. My husband's dream is to complete this bridge and I know he can do it even from his bed. ഈ പാലം പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വപ്നം. അദ്ദേഹത്തിന് വയ്യാത്ത അവസ്ഥയിൽ കിടക്കയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. താങ്ക് യു ഫോർ കൺസിഡറിങ് അവർ റിക്വസ്റ്റ്. ഞങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചതിന് നന്ദി. സിൻസർലി എമിലി വാരൻ റോബ്ലിംഗ്. ഈ ആൻസറിൽ ആദ്യത്തെ കുറച്ച് സെൻറ്റൻസ് മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ആദ്യം കണ്ട മെയിലിൽ തന്നെയാണ്. ഈ ഒരു ചോദ്യം സ്ഥിരം തിരിച്ചും മറിച്ചും ചോദിക്കുന്നതാണ്. നന്നായി പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ ഇമെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ കത്തിൻ്റെ ഫോർമാറ്റ് എഴുതിയ ശേഷം ഇമെയിലിൻ്റെ കണ്ടന്റ് തന്നെ അതിലും എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, ജോൺ റോബ്ലിംഗ് ഹാഡ് പുട്ട് ഫോർവേഡ് ഹിസ് ഐഡിയ ടു ദ ബിൽഡിംഗ് എക്സ്പേർട്സ്. ജോൺ റോബ്ലിംഗ് തൻ്റെ ആശയം നിർമ്മാണ വിദഗ്ധരുടെ മുൻപിൽ അവതരിപ്പിച്ചു. ബട്ട് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. പക്ഷേ ആർക്കും അതിൽ താല്പര്യമില്ലായിരുന്നു. സോ ഹി ഡിസൈഡ്സ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു ദ മേയർ ഓഫ് ലോങ് ഐലൻഡ്സ് ലിസ്റ്റിംഗ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് നെസസിറ്റീസ് ഓഫ് സച്ച് എ ബ്രിഡ്ജ്. ഡ്രാഫ്റ്റ് ദി ഇമെയിൽ. അദ്ദേഹം ലോങ് ഐലൻഡിൻ്റെ മേയർക്ക് അത്തരം ഒരു പാലത്തിൻ്റെ ഗുണങ്ങളും ആവശ്യകതകളും ഉൾപ്പെടുത്തി ഒരു ഇമെയിൽ അയക്കാൻ തീരുമാനിക്കുന്നു. ഇമെയിൽ തയ്യാറാക്കുക. ജോൺ റോബ്ലിംഗ് വാഷിംഗ്ടൺ റോബ്ലിങ്ങിൻ്റെ പിതാവാണ്. അദ്ദേഹമാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം തുടങ്ങി വയ്ക്കുന്നതും. പക്ഷേ അദ്ദേഹം മരണപ്പെടുന്നു. മകനായ വാഷിംഗ്ടൺ റോബ്ലിംഗ് ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിനും അപകടം പറ്റുന്നു. പേര് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ആൻസർ നോക്കാം. ഫ്രം എന്ന ഭാഗത്ത് john@gmail.com എന്ന് കൊടുത്തു. ടൂവിൽ mayor@gmail.com. സബ്ജക്റ്റിൽ ബിൽഡിംഗ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ന്യൂയോർക്ക് ആൻഡ് ലോങ് ഐലൻഡ്. ഡിയർ മേയർ എന്നാണ് സാല്യൂട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഐ വോണ്ട് ടു ബിൽഡ് എ ബിഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ന്യൂയോർക്ക് ആൻഡ് ലോങ് ഐലൻഡ്. ന്യൂയോർക്കിനും ലോങ് ഐലൻഡിനും ഇടയിൽ ഒരു വലിയ പാലം പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിസ് ബ്രിഡ്ജ് വിൽ ഹെൽപ്പ് പീപ്പിൾ ട്രാവൽ ഈസിലി ബിറ്റ്വീൻ ദ ടു പ്ലേസസ്. ഈ പാലം ആളുകൾക്ക് രണ്ട് സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ബിസിനസ്സസ് ഗ്രോ ആൻഡ് ക്രിയേറ്റ് മോർ ജോബ്സ്. ഇത് ബിസിനസ്സുകൾ വളരാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. അവർ സിറ്റി ഈസ് ഗെറ്റിംഗ് ബിഗർ. നമ്മുടെ നഗരം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി നീഡ് എ ബെറ്റർ വേ ടു ട്രാൻസ്പോർട്ട് പീപ്പിൾ ആൻഡ് ഗുഡ്സ്. ആളുകളെയും സാധനങ്ങളും കൊണ്ടുപോകുന്നതിന് നമുക്ക് മികച്ച മാർഗം ആവശ്യമാണ്. ദിസ് ബ്രിഡ്ജ് വിൽ മേക്ക് ലൈഫ് ഈസിയർ ഫോർ എവ്രി വൺ. ഈ പാലം എല്ലാവരുടെയും ജീവിതം എളുപ്പമാക്കും.
I think it's a great idea and I would love to talk more about it with you. ഇതൊരു മികച്ച ആശയമാണെന്ന് ഞാൻ കരുതുന്നു. താങ്കളുമായി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിംഗ് ടു മൈ ഐഡിയ. എൻ്റെ ആശയം ശ്രദ്ധിച്ചതിന് നന്ദി. സിൻസിയർലി ജോൺ റോബ്ലിംഗ് എന്നെഴുതി ഇമെയിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട 3 മെയിലുകളും ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. ഇനി പറയുന്ന 2 ഇമെയിലുകളും നിങ്ങളുടെ ഫ്രണ്ട്സിന് മെയിൽ അയക്കാൻ ഉള്ള ചോദ്യങ്ങളാണ്. ചോദ്യം നോക്കാം. ഇറ്റ്സ് യുവർ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക് ആൻഡ് യു ആർ ഹാവിങ് എ പാർട്ടി. അടുത്ത ആഴ്ച നിങ്ങളുടെ ബർത്ത്ഡേ ആണ്, നിങ്ങളൊരു പാർട്ടി നടത്തുകയാണ്. യു വോണ്ട് ടു ഇൻവൈറ്റ് യുവർ ഫ്രണ്ട് ജീന, റൈറ്റ് ആൻ ഇമെയിൽ ടു ഹർ ടു ദ പാർട്ടി. നിങ്ങളുടെ കൂട്ടുകാരി ജീനയെ ക്ഷണിക്കാൻ വേണ്ടി ഒരു ഇമെയിൽ തയ്യാറാക്കുക. ആൻസർ നോക്കാം. സെയിം ഇമെയിൽ ഫോർമാറ്റ് ആണ്. ഫ്രം ഏതെങ്കിലും പേരെഴുതുക. ഇവിടെ rose@gmail.com എന്നാണ് എഴുതിയിരിക്കുന്നത്. 2ൽ gina@gmail.com എന്ന് എഴുതിയിരിക്കുന്നു. ക്വസ്റ്റ്യനിൽ ജീന എന്ന പേരുള്ളത് കൊണ്ടാണ് 2 അഡ്രസ്സിൽ ജീന എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് സബ്ജക്റ്റ് ആണ്, മൈ ബർത്ത്ഡേ പാർട്ടി. ഡിയർ ജീന, ഐ എം സെലിബ്രേറ്റിംഗ് മൈ ബർത്ത്ഡേ ഓൺ May 1st. പ്രിയപ്പെട്ട ജീന, മെയ് 1 എൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് അറ്റ് 7 PM. വൈകുന്നേരം 7 മണിക്ക് പാർട്ടി ആരംഭിക്കും. യു ആർ ഇൻവൈറ്റഡ്. നിന്നെയും ക്ഷണിക്കുന്നു. ഓൾ അവർ ഫ്രണ്ട്സ് ആർ കമ്മിങ്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട്. ആൻഡ് ഐ വുഡ് ലവ് ഫോർ യു ടു ജോയിൻ അസ്. നീയും ഞങ്ങളോടൊപ്പം ചേരുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. വി വിൽ ഹാവ് ഫൺ ടുഗദർ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം, ആസ്വദിക്കാം. ഹോപ്പ് ടു സീ യു. നിന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുവർ ലവിങ് ഫ്രണ്ട് റോസ്. അടുത്ത ചോദ്യം, റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് അബൌട്ട് യുവർ വെക്കേഷൻ ഇൻ മൂന്നാർ. നിങ്ങൾ അവധിക്കാലത്ത് മൂന്നാർ സന്ദർശിച്ചതിനെക്കുറിച്ച് ഒരു ഇമെയിൽ ഫ്രണ്ടിന് അയയ്ക്കുക. ആൻസർ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രം ടു എന്നിവ എഴുതുക. ഇവിടെ ഫ്രം ashi@gmail.com ടു angel@gmail.com എന്നാണ് എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് മൈ ട്രിപ്പ് ടു മൂന്നാർ. ഡിയർ ഏഞ്ചൽ, ഐ വിസിറ്റഡ് മൂന്നാർ ഓൺ മൈ വെക്കേഷൻ വിത്ത് മൈ പേരൻസ്. എൻ്റെ മാതാപിതാക്കളോടൊപ്പം അവധിക്കാലത്ത് ഞാൻ മൂന്നാർ സന്ദർശിച്ചു. ഇറ്റ് വാസ് അമേസിംഗ്. അത് അതിശയകരമായിരുന്നു. വി സോ ബ്യൂട്ടിഫുൾ ടീ ഗാർഡൻസ് ആൻഡ് മിസ്റ്റി മൗണ്ടൻസ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും മൂടൽ മഞ്ഞുള്ള മലനിരകളും ഞങ്ങൾ കണ്ടു. വി വെന്റ് ടു മാട്ടുപ്പെട്ടി ഡാം ആൻഡ് ടുക്ക് എ ബോട്ട് റൈഡ്. ഞങ്ങൾ മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ പോയി ഒരു ബോട്ട് യാത്ര നടത്തി. വി ഓൾസോ സോ കാഡമം പ്ലാന്റേഷൻസ്. ഞങ്ങൾ ഏലത്തോട്ടങ്ങളും കണ്ടു. ദ സീനറി വാസ് ബ്രെത്ത് ടേക്കിംഗ്. ആ കാഴ്ച അതിമനോഹരമായിരുന്നു. മൂന്നാർ ഈസ് ഡെഫിനറ്റ്ലി വർത്ത് വിസിറ്റിംഗ്. മൂന്നാർ തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ്. ഹൗ വാസ് യുവർ വെക്കേഷൻ. നിങ്ങളുടെ അവധിക്കാലം എങ്ങനെയായിരുന്നു? വേർ ഡിഡ് യു സ്പെൻഡ് ഇറ്റ്. അവധിക്കാലം എവിടെയാണ് ചെലവഴിച്ചത്? ഐ ആം ഈഗർലി വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു. നിന്റെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. യുവർ ലവിങ് ഫ്രണ്ട് ആഷി. ഇത്രയുമാണ് ഇമെയിൽ റൈറ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.